ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ഐറ്റം ആട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റിലൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് ചപ്പാത്തി മാവിൻ്റെ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഇതുപോലൊരു 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കരപ്പൊടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശർക്കരപ്പൊടി ഒരു 1.5-2 കപ്പോളം ശർക്കരപ്പൊടി എടുത്താൽ മതിയാകും. ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ. ഒരുപാട് മധുരം വേണം എന്നുള്ളവർക്ക് ഒരച്ചും കൂടി ഇടാം. പക്ഷേ ഇതിട്ടാൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ദാ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ദാ നമ്മുടെ മാവ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെയാകുമ്പോൾ നമുക്കതിൻ്റെ വേസ്റ്റ് വേറെയും അതേപോലെ ഈ പൊടീൻ്റെ മാവ് നമുക്ക് വേറെയും ആയിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ല പാല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് വെക്കണം. അപ്പോൾ ആ 3 അച്ച് ശർക്കരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സമയം എടുത്ത് തന്നെ ചെയ്യണം, പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കരുത്. അതുപോലെ തന്നെ ഗോതമ്പൊടി നമ്മൾ ഇതേപോലെ കലക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഗോതമ്പൊടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, മൈദയൊന്നും ചേർക്കാതെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അത് ഞാൻ വലിയ കണ്ണിയുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കണ്ണിയുള്ള അരിപ്പൊന്നും വേണ്ട, നമുക്ക് ജ്യൂസ് അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ എന്താ, അപ്പോൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോതമ്പ് പൊടി നമ്മൾ കലക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കതിൻ്റെ വേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കാഷ്യൂനട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്തത് ആ പാത്രം നമ്മൾ അപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്ക് ഒരു 200 ml വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും വേണം. അത് രണ്ടുമാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ ഓയിലോ സൺഫ്ലവർ ഓയിലൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. പാം ഓയിലോ സൺഫ്ലവർ ഓയിലൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണയും ഗീയും മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരെ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കേണ്ട പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് ഇളകി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാറുള്ളൂ. ഏകദേശം കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കണ്ട. പിന്നെ നമുക്കിതുപോലെ ശർക്കര നമുക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കാതിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടീസ്പൂണോളം നമ്മൾ ഗീ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതേപോലെ പാത്രത്തിൻ്റെ വക്കത്തൊക്കെ നല്ല കട്ടിയായിട്ടങ്ങ് പിടിക്കും കേട്ടോ. അതൊക്കെ നമ്മളിതേപോലെ സ്പൂണ് കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം.
നമ്മളിതാ ഒരു ടീസ്പൂണോളം നെയ്യ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവെത്തുമ്പം നമുക്കിതിലേക്ക് ഏലക്കയും അതുപോലെ പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് എത്രയായാലും ഒരു 2-2.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്താലും ഏറൊന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതാ പിന്നീട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കറി മണമുള്ളതോ ചുവയുള്ളതോ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഏകദേശം എന്താ നല്ല തിക്കായി വന്നു കൊണ്ടിരിക്കുന്നുണ്ട്, വിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി അതൊന്ന് വിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. പക്ഷെ നമ്മൾ നന്നായിട്ട് നല്ല കട്ടിയിൽ നമുക്ക് ഹലുവ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ നമ്മൾ ഉരുണ്ട് വരുന്ന രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേയിലേക്ക് മാറ്റാൻ. ഞാൻ എന്തായാലും ഇതൊരു കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇതേപോലെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷേ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അത് ഒന്നും കൂടി ഒന്ന് ലൂസായി വരും പഞ്ചസാര അലിയുമ്പോൾ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കൂടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അതേസമയം ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്കിതാ ഈ ട്രേയിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുകയാണേ. വെളുത്ത എള്ള് ഇട്ട് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതല്ല ഈ കാഷ്യൂനട്ട് മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഏലക്കേൻ്റെ ഒക്കെ ഫ്ലേവറും കൂടി ആകുമ്പം അടിപൊളി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് വെറുതെ പറയുന്നതല്ല, അടിപൊളി ഐറ്റമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മളിതാ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രേയിൽ നമ്മൾ ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് അത് പിടിക്കൊന്നുമില്ല. സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് പിന്നെ പുറത്തങ്ങനെ വെച്ചാൽ തന്നെ മതി. ഒരു 2 മണിക്കൂർ എടുക്കുമ്പോൾ നന്നായിട്ട് തണുത്ത് വന്നോളും. അതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്.
അപ്പോൾ ഞാൻ കഷ്ടിച്ച് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിടാം കേട്ടോ. 4 സൈഡും ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, എള്ളൊക്കെ ഇട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകെ 2 പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.